എന്താ ഇപ്പം നീ ഒരു പഴയ പെൻ ഹോൾഡർ വെച്ചുള്ള പരിപാടി എന്നല്ലേ നോക്കി ആകെ പഴയതായിട്ട് ആകെ ഒരുമാതിരി ലുക്കായി പോയിട്ടോ. പിന്നെ ഇപ്പം എല്ലാം ഒരു ക്യൂട്ട്നെസ് ഓവർലോഡ് ആയതുകൊണ്ട് എനിക്കിതിൻ്റെ ലുക്കൊന്ന് മാറ്റുന്ന കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതൊന്ന് ക്യൂട്ട്നെസ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ തുടച്ചു. പക്ഷെ ഉൾവശം ഒന്നും അത്ര ക്ലീൻ ആയിട്ടില്ല, എന്നാലും പുറം വശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഏരിയയും ഞാൻ ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിലൊരു ഡ്രോ വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്രോവും കൂടി ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തുടച്ചത്, കാരണം ഇതിലത്തെ മഷിയും കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ചൊക്കെ പോയി, എന്നാലും വല്ലാണ്ട് പോയില്ല. അപ്പോൾ ഞാനൊരു ക്ലോത്ത് തുടച്ചിട്ട് നനച്ചിട്ട് അത് വെച്ചും കൂടി ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡ്രോൻ്റെ ഷെയ്ഡ് വരുന്ന കളർ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഡിസൈൻസ് വരച്ചു കൊടുത്തിട്ടോ. പിന്നെ നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിലാണല്ലോ ഒരു ക്യൂട്ട്നെസ്. അപ്പോൾ അതെടുത്തിട്ട് ഈ ഒരു കളർ ഷെയ്ഡിന് മാച്ച് ആവണ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി എടുത്തിട്ട് അതിൽ ആ വൈറ്റ് ഏരിയ വരുന്ന ഭാഗത്തൊക്കെ ഈ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടോ. പിന്നെ ആ മുകളിൽ ബ്ലൂ ഏരിയയിൽ വൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അതിനേക്കാൾ ഒന്നും കൂടി ഇതായിരിക്കും നന്നാവാൻ തോന്നിയിട്ട് റെഡ് ഷെയ്ഡിലുള്ള എടുത്ത്. പിന്നെ കുറച്ചിങ്ങനെ അടിയത്തെ ഡ്രോയിൻ്റെ മുകളിലും സ്റ്റിക്കർ ഒട്ടിച്ചു. കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതിലിട്ട് വെച്ചു. അപ്പോൾ എൻ്റെ ലുക്ക് മാറിയില്ലേ? അപ്പോൾ ഫസ്റ്റ് ലുക്കിനേക്കാളും എത്ര ഭംഗിയുണ്ട് ഈ ഒരു ലുക്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടിപൊളിയുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. ബൈ.